ഞാൻ 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 ശ്രമിച്ചതാ, പക്ഷേ എനിക്ക് എനിക്ക് കഴിയില്ല മേരി. എന്നെ എന്നെ രക്ഷിക്കുക. എന്നെ കണ്ടെത്തരുത്. കണ്ടെത്തിയാൽ അവർ നിന്നെ കണ്ടെത്തും. ഹലോ സയൻറ്റിസ്റ്റ് മാഡം, സുഖല്ലേ? നിനക്കിപ്പോൾ എന്ത് വേണം ക്രിസ്? പോവാൻ നോക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരല്ലെന്ന്. ഓ പിന്നെ കേട്ടാൽ തോന്നുന്നു നീ ഇവിടെ ഭയങ്കര വലിയ ആറ്റം ബോംബ് ഉണ്ടാക്കുവാണെന്ന്. ചുമ്മാ ആകാശത്ത് നോക്കിയ നക്ഷത്രത്തിനെ വെച്ച് എന്തൊക്കെയോ കണ്ടുപിടിക്കില്ലേ. അതിനിപ്പോൾ എനിക്കെന്താ? എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഞാനിങ്ങ് വന്നു, അത്രയേ ഉള്ളൂ. ചേടാ, എപ്പോൾ നോക്കിയാലും മോന്ത ഇങ്ങനെ വികൃപ്പിച്ചുകൊണ്ടിരിക്കാതെ. എനിക്കെന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? ആരോട് പറയാം? അതെ, ഇയാൾക്ക് നല്ല പ്രായമാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാനുള്ള സമയമൊക്കെ അങ്ങ് പോവും. അതിന് എനിക്ക് പ്രായമായി നിന്നോടാരാ പറയുന്നത്? ഇറ്റ്സ് ജസ്റ്റ് ക്രോണോളജിക്കൽ ഏജ്. ബയോളജിക്കലി ഞാൻ വളരെ ഹെൽത്തിയാണ്. ആൻഡ് ഈ ഏജിങ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഇറ്റ്സ് ജസ്റ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ദ എർത്ത് റിവോൾവ്ഡ് അറൗണ്ട് ദ സൺ. നമ്മൾ ജനിച്ചതിന് ശേഷം എത്ര തവണ ഭൂമി സൂര്യനെ ചുറ്റി എന്നുള്ളൊരു കണക്ക് മാത്രമാണ്. ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന മനുഷ്യൻ ക്രോണോളജിക്കൽ ഏജിനേക്കാളും ബയോളജിക്കലി വളരെ ഹെൽത്തി ആയിരിക്കും. ദാറ്റ് മീൻസ് ഐ ആം ഹെൽത്തി ആൻഡ് ഐ ആം വെരി യങ്ങർ ദാൻ മൈ ക്രോണോളജിക്കൽ ഏജ്. സോ അതും പറഞ്ഞിങ്ങോട്ട് വരണ്ട, കേട്ടല്ലോ? ഓ, എന്തുവാടേ? ഞാൻ നോർമലി ഒരു കാര്യം പറഞ്ഞാൽ നീ അത് സയൻറ്റിഫിക് ആയിട്ട് തിരിച്ചു പറയുന്നത് എന്തിനാ? മനുഷ്യൻ്റെ തല ചുറ്റി പോകത്തേ ഉള്ളൂ. ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെയും ബയോളജിക്കൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനേക്കാളും വ്യത്യാസമായിരിക്കും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നീയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എന്നെക്കാളും വയസ്സിനായിട്ടുണ്ടാവും. ഹലോ, എന്നെ കെട്ടാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, ഇങ്ങനെ പറയണമെന്നില്ല കേട്ടല്ലോ. കേട്ടാ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഞാൻ സത്യം തന്നെ പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെയും ബയോളജിക്കൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനേക്കാളും വ്യത്യാസമായിരിക്കും. ക്രിസ്, എന്താ? എന്തുപറ്റി? ഓക്കെ അല്ലേ? രാവിലെ തൊട്ട് തുടങ്ങി തലേദിന ഒരു കാപ്പിയിട്ട് കുടിച്ചാൽ തീരാന്ന് തുടങ്ങുന്നു. ഞാൻ പോയിട്ട് വരാം. ശരി. തമ്പുരാട്ടി സയൻസും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. മേരി, എന്താ ക്രിസ്? നീ എന്തെങ്കിലും അത്യാവശ്യം ചൊല്ലി വെക്കുമായിരുന്നോ? ഏയ് അല്ല, എന്താ? ഒന്നുമില്ല, ഞാൻ കുറച്ച് ദിനം കാണാൻ വന്നതാ.
ഓ ശരി ക്രിസ്, ഞാൻ ഇവിടെ കുറച്ച് പണിയില്ല. നീ പോയിട്ട് പിന്നെ വാ. പക്ഷേ അവിടെ എന്തോ ഉണ്ടല്ലോ. അവൾ എൻ്റെ അടുത്ത് എന്തോ മറക്കുന്നുണ്ട്. ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. ഇതിലെങ്ങനെയും കണ്ടുപിടിച്ച് കിട്ടും. കൂടെ പോകണം. മേരി, ക്രിസ്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും നീ എന്നെ ഓട്ടിച്ചു വിടുക. എനിക്കിപ്പോൾ തന്നെ കാര്യം അറിയണം. ഇതൊക്കെ എന്താ? നീയാണോ ഇതുണ്ടാക്കിയത്? ക്രിസ്, ഞാൻ പറയുന്ന കേൾക്ക്. സമയമാകുമ്പോൾ നീ എല്ലാം അറിയും. ഇപ്പം നീ ഇവിടെ നിന്ന് പോ. മേരി പ്ലീസ്, നീ ഇനി തന്നെ ഇങ്ങനെ ആയിപ്പോവല്ലേ. എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് നീ ഇതൊക്കെ നിർത്ത്. എൻ്റെ കുറച്ച് നേരം എൻ്റെ അടുത്ത് സംസാരിക്കേ. എനിക്ക് നിന്നോട് ഒരു സ്നേഹമില്ല. ഇവിടെ നിന്ന് പോ ക്രിസ്. ക്രിസ്, ക്രിസ്, ഐ സോറി. മേരി, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്നെങ്കിലും എന്നോടൊന്ന് പറ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എന്തോ പേടി തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നീയാണോ അതൊക്കെ അവിടെ ഉണ്ടാക്കിയത്? അല്ല, നീ. എന്താ? ഹലോ ക്രിസ്, എന്തായി പരീക്ഷണങ്ങളൊക്കെ? കുറേ നാളായല്ലോ പുറത്തോട്ട് കണ്ടിട്ട്. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മേരി, ചുമ്മാ ഇങ്ങനെ തള്ളിക്കയറിൻ്റെ അകത്തോട്ട് കയറി വരല്ലെന്ന്. മനുഷ്യനിവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയത്തില്ലേ? ഷടാ, എന്നാൽ ഞാൻ നാളത്തോട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. പുറത്ത് പോയി ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം. അല്ല പിന്നെ, എനിക്കൊരാളെ ഇഷ്ടമാണ്. അയാളെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറേണ്ട അവസ്ഥയാണ്. എന്തൊരു ഇഷ്ടം അത്. നോക്കുന്ന കണ്ടില്ലേ പുസ്തകപ്പുഴു. ക്രിസ്, ക്രിസ്, പോകല്ലേ. എന്നാലും ആ ഡോറിന്റെ പുറകെ എന്തായിരിക്കും? എങ്ങനെ അറിയാന്? എന്നെ കൊണ്ട് കയറ്റത്തില്ലല്ലോ. നോക്കിക്കോ, എന്തായാലും ഞാനത് കണ്ടുപിടിക്കും. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇത് തന്നെ അവസരം. കേറി നോക്കാം. ക്രിസ്, ഇറങ്ങി വാ ഇങ്ങോട്ട്. നിന്നോടൊരു 100 വട്ടം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറരുതെന്ന്. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? ക്രിസ്, സോറി. ഇനി മേലെ നീ എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയത്. പോ. ക്രിസ്, ഇനിയെങ്കിലും ഒന്ന് പുറത്ത് വായതെന്ന്. നീ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മാത്രമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടുക. നിനക്ക് നിന്റെ റിസർച്ച് മാത്രമേ വലുത്. ഞാനൊന്നൊരാളിവിടെ ഉണ്ടെന്ന് നിനക്കറിയോ? എനിക്കിപ്പോൾ അതറിയേണ്ട കാര്യമില്ല. അത്ര തന്നെ. എന്നെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടായി കാണുന്നേ. ഞാൻ എൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നേ. എനിക്കിത് ചെയ്തേ പറ്റൂ. നിന്നെ ഇനി ഇവിടെ കണ്ടുപോരുത്. പൊക്കോ. മേരി,
സോറി മേരി, എനിക്കിപ്പോൾ ഇത് ചെയ്തേ പറ്റൂ. ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് അത് വെറുതെ ആക്കാൻ എനിക്ക് പറ്റില്ല. ഈ റിസർച്ചിനെ കംപ്ലീറ്റ് ആക്കണം. ഇത് ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും മേരി, ഇതെല്ലാം കഴിഞ്ഞിട്ട്. എനിക്ക് നിൻ്റെ കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ ഇതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് എനിക്ക് നിർത്തിയിട്ട് വരാൻ കഴിയില്ല. എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയാൻ കൊള്ളാമോ? ഞാൻ മിണ്ടത്തില്ല. വേണ്ടായിരുന്നു. ഒന്നാലും വെച്ച് എൻ്റെ ഭാഗത്തും തെറ്റില്ലേ? എന്നോട് അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് ഞാൻ കയറിയോണ്ടല്ലേ എന്നെ വഴക്ക് പറഞ്ഞ്? ഞാനല്ലാതെ വേറെ ആരാവാനുള്ളത്? ഇടയ്ക്കെങ്കിലും പോയി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ആയി പോകത്തേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് പോയി നോക്കാം. അല്ലേ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറയാ വരുന്നത്. അതൊക്കെ മനസ്സിലാക്കിയാൽ പോരെ. ഇത്ര പാടെന്താ? എന്നാലും ഞാൻ പോകത്തില്ല. ചത്താലും കൂടെ വരും. അല്ല പിന്നെ ക്രിസ്, ക്രിസ്, ക്രിസ് എവിടെയാ നീ? എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇനി ആ മുറിക്കകത്ത് വേണോ? പോയി നോക്കണോ? വേണ്ട, ഒരു വട്ടം അതിനകത്ത് കയറിയതിനെ എന്നെ കിടന്ന് വഴക്കുറഞ്ഞു. അവിടെ തന്നെ ഇരിക്കട്ടെ, പിന്നെ നോക്കാം. നീ ഇതെവിടെയാ ക്രിസ്? എത്ര ദിവസമായി? നീ ഇവിടെ ഒരിക്കലും പുറത്ത് പോകാത്തതല്ലേ? പിന്നെ എപ്പോ എവിടെയാ നീ പോയത്? മേരി, ക്രിസ്, എന്തോ അത്ര പേടിച്ചെന്നറിയാവോ? എവിടെയായിരുന്നു? ഞാൻ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഉറക്കം എണീറ്റ് വന്നതേ ഉള്ളൂ. ഓ, സാറിന് ഉറങ്ങാനൊക്കെ അറിയാമായിരുന്നു. അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ നമ്മളൊന്നും. എന്താണ് വലിയ കയറി നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഓ, നമ്മുടെ ഫോട്ടോസൊക്കെ നിന്റെ ഉണ്ടോ? പണ്ടെങ്ങനെയാ ചെക്കന് സയൻസിനെ പറ്റി ഒരു തേങ്ങ അറിയത്തില്ലായിരുന്നു. അന്ന് കുറച്ച് മനസ്സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയിപ്പോയത്. നമ്മളൊത്തിരി ഹാപ്പി ആയിരുന്നല്ലേ? ഒരുപാട്. ക്രിസ്, ക്രിസ്, എന്തു പറ്റി? എനിക്കറിയില്ല. എണീറ്റപ്പോൾ തൊട്ട് വല്ലാത്ത തലവേദന. ആവശ്യത്തെന്താ? ഞാനൊരു കാര്യം പറഞ്ഞ നീ തമാശയായിട്ട് എടുക്കോ? എടുക്കാം, പറഞ്ഞോ. തമാശയായിട്ട് എടുക്കരുത്. ഈ സ്റ്റാർസ് അതിനൊക്കെ ഓരോ അലൈൻമെൻ്റ് ഉണ്ട്. പക്ഷേ ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. സയൻറ്റിസ്റ്റ് ബുദ്ധി തലേ കയറി എൻ്റെ കുഞ്ഞുമോൻ്റെ കിളി ഇത്രയും പോകുന്ന എനിക്ക് തോന്നുന്നു. അതെ, മനുഷ്യന്മാരെ പോലെ ഇനി എന്നാ സംസാരിക്കാൻ പഠിക്കുന്നേ? പൊടി വീട്ടിൽ പൊടി. ഓ, ഞാൻ എന്തിനു വരുന്നില്ലേ? ഞാൻ എന്താ ഈ ചായ തരാൻ വന്നത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്നെയാണോ സയൻസിനെയാണോ കൂടുതൽ ഇഷ്ടം? സയൻസ്. എന്നാ പിന്നെ നാളെ തൊട്ട് ചായ അതിൽ സയൻസിനോട് ഒന്ന് ഇട്ട് തരാൻ പറ. അല്ല പിന്നെ
ക്രിസ്, നീ ഇതൊരു ഉറങ്ങിയില്ലേ? സമയം നോക്ക. മേരി, കയറി വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് പറ്റി? ഞാൻ ഏറ്റവും പഴക്കം ചെന്ന ലൈറ്റിനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? 13.8 ബില്യൺസ് ഓഫ് ഇയേഴ്സായി നമ്മുടെ ഈ യൂണിവേഴ്സ് മുഴുവനായി ക്രിയേറ്റ് ചെയ്തിട്ട്. അന്ന് തൊട്ടേ ഉള്ള വെളിച്ചമാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് യൂണിവേഴ്സിന് ഇത്രയും വയസ്സായി നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ നമ്മുടെ ഭൂമിക്കും ഉണ്ട് ഒരു വയസ്സ്. ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ നമ്മുടെ ഫോട്ടോസ് എല്ലായിടത്തും നോക്കി. നമ്മുടെ പഴയ മെസ്സേജുകൾ, എൻ്റെ ഫോണിലുള്ള എല്ലാ ഡേറ്റാസും, എൻ്റെ ഫോണിലെ മാത്രമല്ല, എൻ്റെ റിസർച്ച് ടേബിൾ, ഈ സ്ഥലം, എല്ലാം. എന്തുകൊണ്ടോ എനിക്ക് ഞാൻ ഉറക്കം എഴുന്നേറ്റതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച പോലെ. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു പാറ്റേൺ കണ്ടു ഈ സ്റ്റാർസിൻ്റെ ഇടയിൽ. അത് പ്രകാരം ഇതെല്ലാം ഉണ്ടായിട്ട് വെറും 24 മണിക്കൂറുകളേ ആകുന്നുള്ളൂ. ക്രിസ്, നീ എന്തൊക്കെയാ പറയുന്നേ? പക്ഷെ 24 മണിക്കൂറോ? എനിക്കതിന് മുമ്പാട് നല്ല ഓർമ്മയുണ്ടല്ലോ. ഇതുവരെയുള്ള എല്ലാം റിയലാണ്. നിനക്ക് കുറെ തോന്നുന്നതായിരിക്കും. അല്ല മേരി, ഒരു പക്ഷെ നിനക്ക് തോന്നാത്തത് നീ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന രീതിയിലാക്കാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നീ പറയുന്നത് സത്യമായിരിക്കാം. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഞാനെന്ന ഈ വ്യക്തി, എനിക്ക് പഴയതെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഒന്നും ഞാൻ ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം എന്തോ എന്നിൽ ഇൻജക്ട് ചെയ്ത് വെച്ച പോലെ. എല്ലാം എനിക്ക് ഓർക്കുന്നുണ്ട്, പക്ഷെ ആ മൊമെൻറ്റ്സിലൂടെ ഒന്നും ഞാൻ കടന്നു പോയിട്ടില്ലാത്ത പോലെ. നമ്മുടെ ഫോട്ടോസ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്. നീ വേണമെങ്കിൽ എൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് നോക്ക്. ഇതെല്ലാത്തിൻ്റെയും ബിഗിനിങ്. എല്ലാം ഇന്നലെ ഉണ്ടായതാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ക്രിസ്, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്തൊക്കെയോ മാറ്റം വന്ന പോലെ. നീ ആ പഴയ ക്രിസിൽ നിന്ന് എന്തൊക്കെയോ മാറിയതുപോലെ. പണ്ട് ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ദേഷ്യപ്പെടുന്നില്ല. പണ്ട് ഓരോ കാര്യത്തിനും നീ സയൻറ്റിഫിക്കായിട്ട് എന്നോട് തിരിച്ചുത്തരം പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിനക്ക് നീ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഒന്നും നിനക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ ക്രിസ് ഇങ്ങനെ ആയിരുന്നില്ല. അവൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. എന്നാൽ നീ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ. മേരി, നിനക്ക് ഞാൻ എന്തിനെ പറ്റിയാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? ഞാനതെപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നീ കുറച്ച് മുമ്പ് ഒരു തിയറിയുടെ കാര്യം പറഞ്ഞില്ലേ, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ മറ്റൊരു തിയറി കൂടി നീ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ഫെർമി പാരഡോക്സ്. നീ ശരിക്കും ഈ റിസർച്ച് എന്തിനെ പറ്റിയാണ് നടത്തുന്നത്? ഫെർമി പാരഡോക്സ്, എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ഒരു ഫിസിസ്റ്റിൻ്റെ ഒരു തിയറിയാണത്. എനിക്കെന്തോ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയണം.
ഈ യൂണിവേഴ്സ് മുഴുവൻ ക്രിയേറ്റ് ആയിട്ട് ഏകദേശം 13.8 ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആവുന്നു. പക്ഷെ നമ്മുടെ ഭൂമി ക്രിയേറ്റ് ആയിട്ട് വെറും 4.54 ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ. അതായത് യൂണിവേഴ്സ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് 9.3 ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എർത്ത് ക്രിയേറ്റ് ചെയ്തത്. ഭൂമി മാത്രമായിരിക്കില്ല ജീവൻ്റെ നിലനിൽപ്പുള്ളത്. എന്തുകൊണ്ട് നമുക്ക് മുന്നേ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹം ഉണ്ടായിക്കൂടാ? ഒരുപാട് ടെക്നോളജികളുമായി അടുത്ത് നിൽക്കുന്നവർ. നമ്മൾ ചിലപ്പോൾ അവരെ ഏലിയൻസ് എന്ന് വിളിക്കുമായിരിക്കും. അവർക്ക് ചിലപ്പോൾ നമ്മളായിരിക്കും ഏലിയൻസ്. ബിക്കോസ് അവരെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു ഗ്രഹത്തിലുള്ളവരല്ലേ. ഇത്ര വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇത്ര അഡ്വാൻസ്ഡായി. AI ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് എന്തും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും മുൻപേ ക്രിയേറ്റ് ആയിട്ടുള്ളവർ നമ്മളെക്കാളും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിരിക്കില്ലേ? അതുമാത്രമല്ല, അത്രയും അഡ്വാൻസ് ആയിട്ടുള്ളവർക്ക് നമ്മളെ കണ്ടെത്താൻ അത്രയ്ക്ക് പാടാണോ? അവർക്ക് എന്തുകൊണ്ട് നമ്മളെ കണ്ടെത്തിക്കൂടാ? എൻ്റെ ചോദ്യം ഒരിക്കലും എന്തുകൊണ്ട് നമ്മളവരെ കണ്ടെത്തിയില്ല എന്നുള്ളതല്ല, അവരെന്തുകൊണ്ട് നമ്മളെ കണ്ടെത്തിയില്ല, എന്തുകൊണ്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. മേരി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? നീ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ അതെൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. എന്നുവെച്ചാൽ ഈ ഒരു തിയറി പോലും എൻ്റെ മനസ്സിലില്ല. എന്നിട്ട് ഞാനത് കണ്ടെത്തിയോ? ഇല്ല. എനിക്കെന്തോന്നും ഓർമ്മ കിട്ടാത്തത്. ഈ സ്റ്റാർസ് ഇത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പം മാറിയതാ. എനിക്കെന്തോ ഇതിലെന്തോ മെസ്സേജ് ഉള്ള പോലെ തോന്നുന്നു. I should find it. You are not supposed to know. ഇതെന്താണ്? വീണ്ടും അത് മാറിക്കൊണ്ടിരിക്കുക. ഇത് ഉറപ്പായിട്ടും ആരോ എനിക്ക് മെസ്സേജസ് തരുന്നുകൊണ്ടിരിക്കുന്നതാണ് മനഃപൂർവ്വം. ഇതൊക്കെ എന്താ ക്രിസ്? നീ എങ്ങനെ ഈ മെസ്സേജ് ഇതൊക്കെ എഴുതിയെടുക്കുന്നത്? എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് മേരി. നക്ഷത്രങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രകാശത്തിനും ഒക്കെ ഒരു വേവ് ലെങ്ത് ഉണ്ട്. എനിക്കത് വെച്ച് അതിൻ്റെ ഭാഷ മനസ്സിലാക്കും. ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് കേട്ടില്ലല്ലേ, അത് തന്നെ ഇവിടെ. എനിക്കത് ഡീകോഡ് ചെയ്തെടുക്കാൻ അറിയാം. പക്ഷെ നിനക്കതിന് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ നീ ഇതിലേക്ക് ഇറങ്ങി പഠിക്കണം. ഇപ്പം നിനക്കത് മനസ്സിലാക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചാൽ അതും ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അത് 100%. നീ ഇത് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അഥവാ എനിക്കെന്തെങ്കിലും പറ്റിയ എനിക്ക് തിരിച്ച് ലാബിലേക്ക് പോകണം. മേരി, ഓടി വാ. ഇത് നോക്ക്. എന്താ ക്രിസ്? മേരി, ഞാൻ വെറും
ഞാൻ ക്രിസ്, ഇതെവിടെ പോയത്? ഇപ്പൊ എൻ്റെ മുമ്പിലുണ്ടായിരുന്നല്ലേ? പെട്ടെന്ന് ഇതെവിടെ പോയത്? ഡയറി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് മേരി. നക്ഷത്രങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രകാശത്തിന് ഒക്കെ ഒരു വേവ് ലെങ്ത് ഉണ്ട്. എനിക്കത് വെച്ച് അതിൻ്റെ ഭാഷ മനസ്സിലാകും. എനിക്കത് ഡീകോഡ് ചെയ്തെടുക്കാൻ അറിയാം. പക്ഷെ നിനക്കതിന് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ നീ ഇതിലേക്ക് ഇറങ്ങി പഠിക്കണം. ഞാൻ നിന്നെ കണ്ടെത്തും ക്രിസ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്പെസിമെൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണിത്. ഒരുപാട് യുദ്ധങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരുന്ന ടൈം ലൈനിൽ നിന്ന് വന്നവനാണിവൻ. സൂക്ഷിക്കണം. ഞാനിതെവിടെയാ? ഇവനാണ് നമ്മുടെ ഈ ടൈം ലൈനിലേക്ക് വരാനുള്ള ഡിവൈസ് കണ്ടെത്തിയത്. ഇവൻ എങ്ങനെയാണ് അത് ആദ്യമായി കണ്ടെത്തിയത്? അന്ന് ടെക്നോളജി എത്രമാത്രം വലുതായിരുന്നു. ഇവൻ്റെ ബ്രെയിൻ എല്ലാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത്രയും കാലം നമ്മൾ നൂറ്റാണ്ടുകളായി പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ പറ്റി പഠിച്ചു. എന്നാൽ ആദ്യമായാണ് യഥാർത്ഥത്തിൽ ഒരാളെ ആ ടൈമിൽ നിന്ന് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഇത്രയും കാലം എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഇത്തവണ വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. നീയോ ഇതുവരെ എത്തിയില്ലേ? ഇല്ല സാർ, ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. സർ. നിയോ, യു ആർ ലേറ്റ്. സർ, ഞാൻ സബ്ജക്റ്റിനെ പറ്റി പഠിക്കുമായിരുന്നു. ടേക്ക് യുവർ ടൈം. എനിക്ക് വേറെ കുറച്ച് റിസർച്ച് ചെയ്യാനുണ്ട്. നീ തൽക്കാലം ഇവിടുത്തെ കാര്യം നോക്കൂ. ഷോ സർ. ഇതേതാ സ്ഥലം? ഞാനിപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലാണോ? ഫിയർ, അതായത് പേടി. ഈ സിവിലൈസേഷനിലുള്ളവർക്ക് ഇമോഷൻസ് ഇല്ല എന്നാണ് പറയാറ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇമോഷൻസ് ഉള്ളൊരു മനുഷ്യനെ കണ്ടു. പേടിക്കണ്ട, താനിപ്പോൾ ഭൂമിയിൽ തന്നെയാണ്. പക്ഷേ നിൻ്റെ ടൈം ലൈൻ ഇപ്പോൾ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏത് ടൈം ലൈനിലാണ് ഉള്ളത്?
നീ ഏത് ടൈം ലൈനിൽ നിന്നാണോ വന്നത് ആ ടൈം ലൈനിൽ നിന്ന് 1 ബില്യൺ ഇയേഴ്സ് മുൻപിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഏകദേശം 10,000 ലക്ഷം വർഷങ്ങൾക്ക് ഇപ്പുറമാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്? എനിക്ക് എൻ്റെ ടൈം ലൈനിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ ഉള്ളവർ നിന്നെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇമോഷൻസ് ഇല്ലാത്ത സിവിലൈസേഷനാണിത്. അതിന് തുടക്കമിട്ടത് ഏതാണ്ട് നിങ്ങളുടെ ടൈം ലൈനിൽ തന്നെയാണ്. അതിലേക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഉണ്ടായിരുന്ന ടൈം ലൈനിൽ ഒരു പക്ഷേ നിങ്ങളെക്കാളും പഴയ സിവിലൈസേഷനിലുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ നിങ്ങളവരെ വെറുതെ വിടുമായിരുന്നോ? അതോ ഉള്ളിൽ എന്താണെന്ന് കീറി മുറിച്ച് മുഴുവൻ എക്സാമിൻ ചെയ്യുമായിരുന്നു? നിങ്ങളുടെ ടൈം ലൈനിൽ അല്പമെങ്കിലും ഹ്യൂമാനിറ്റി ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ അതില്ല. സോ യു ആർ അവർ സബ്ജക്റ്റ്. വെറൊരു സബ്ജക്റ്റ് മാത്രമാണോ ഞാൻ? നിനക്കെൻ്റെ പേരെങ്കിലും അറിയോ? ക്രിസ്, നിന്നെ ഇവിടെ കണക്കാക്കുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയ്ക്കാണ്. നിൻ്റെ ടൈമിൽ കൊലപാതകങ്ങളും യുദ്ധങ്ങളും മനുഷ്യരെ കൊന്നും, എന്തിന് സ്വന്തം പരിസ്ഥിതിയെ കൊന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിവിലൈസേഷനാണ്. എന്നാൽ ഈ ടൈം ലൈൻ വരേക്കും ഞങ്ങളുടെ സിവിലൈസേഷൻ അതിനെല്ലാം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന് ഫലമായി ഞങ്ങളുടെ ഇമോഷൻസ് നമുക്ക് നഷ്ടമായി. പക്ഷേ നിങ്ങൾ നശിപ്പിച്ച പരിസ്ഥിതിയെയും നിങ്ങൾ നശിപ്പിച്ച ഈ ലോകത്തെയും ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിൽ കൂടി ജീവനുള്ളതായി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഒരു ഘട്ടത്തിൽ ഈ ഭൂമിക്ക് ശ്വസിക്കാൻ വായുവില്ല, എങ്ങും തരിശു ഭൂമി മാത്രം. യുദ്ധങ്ങൾ കാരണം ഇല്ലാണ്ടായ ഒരുപാട് മനുഷ്യർ, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ മാത്രം വരുത്തി മരിച്ചു പോയൊരു സിവിലൈസേഷൻ. ഇന്നിവിടെ ചെടികളുണ്ട്, നല്ലൊരു ലോകമുണ്ട്. പക്ഷേ എല്ലാം ആർട്ടിഫിഷ്യലാണ്. എങ്കിലും അവ ശ്വസിക്കും. അവ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥയിലാണിപ്പോൾ. അങ്ങനെയുള്ളൊരു സിവിലൈസേഷനിൽ നിന്ന് വന്ന നിന്നെ ഇവിടെയുള്ളവർ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് നിനക്ക് തോന്നുന്നത്? എന്തായാലും നിനക്കിനി തിരിച്ചു പോകാൻ കഴിയില്ല. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. ഈ റിസർച്ച് കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാനിവിടെ കാണും. എങ്ങോട്ടും പോകാൻ ശ്രമിക്കണ്ട, നിന്നെ കൊണ്ട് കഴിയില്ല. നിൻ്റെ ടൈം ലൈനിലുള്ള ആരും തന്നെ ഇപ്പോൾ ഇല്ല. മേരി, I'm sorry മേരി. എനിക്ക് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഞാൻ ശ്രമിച്ചതാ, പക്ഷേ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല മേരി. സിസ്റ്റം ഡിറ്റക്റ്റഡ് ലവ് ഇമോഷൻ. ആരാ? ലവറാണോ? നീ വല്ലാണ്ട് സയൻസിലേക്ക് ഇൻവോൾവ് ആയിപ്പോയി ക്രിസ്. നിനക്കെന്താ നഷ്ടപ്പെട്ടതെന്ന് നോക്ക്.
എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഇമോഷൻസൊക്കെ? എന്തായി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വന്നാൽ? ഇവിടെ നിന്ന് ആരെങ്കിലും ഇല്ലാണ്ടായാൽ ഞങ്ങൾക്കൊന്നും ഫീൽ ചെയ്യാറില്ല. നഷ്ടപ്പെടുന്നു എന്നത് ഒരിക്കലും അത് നമുക്ക് വളരെയധികം വിലപ്പെട്ടതായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെയുള്ള ആരും ആർക്കും സ്വന്തമല്ല, ആരും ആർക്കും വിലപ്പെട്ടതുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ ഒരു ഫീലിംഗ് തോന്നാത്തത്. എന്നെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകാമോ? നോക്കണ്ട, എനിക്കെങ്ങും പോകാൻ കഴിയില്ലല്ലോ. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ മരിച്ചിട്ടുണ്ടാകും. ഞാനെങ്ങും ഓടിപ്പോവില്ല. എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമോ? ഇതിനുള്ളിൽ ശ്വാസം മുട്ടുന്നു. നിന്റെ പേരെന്താ? നീയോ? ഇവിടെ കാണാൻ നന്നായിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് കരുതിയിരുന്നത് ഒരുപാട് ചെടികളും ഈ ലോകവും എല്ലാം ഒരു സമയം കഴിയുമ്പോൾ നശിച്ചു പോകുമെന്നാണ്. മുഴുവൻ തരിശു ഭൂമി. പക്ഷേ ഞാൻ കരുതിയ പോലല്ല. ഞങ്ങൾ ജീവിച്ചിരുന്ന സമയത്തേക്കാൾ ഒരുപാട് മനോഹരമായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഭൂമി. നിങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്നവർക്ക് ഈ ഭൂമി പരിചിതമായിരിക്കും. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് യാഥാർത്ഥ്യം, ഇത് മിഥ്യ. നീ പറഞ്ഞല്ലോ നീയോ, നിന്റെ സിവിലൈസേഷന് ഇമോഷൻസ് ഇല്ലെന്ന്. എന്തുകൊണ്ടോ നീ അവരിൽ പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെടുമായിരുന്നെങ്കിൽ എന്നെ ഇതുവരെ നീ കൊണ്ടുവരില്ലായിരുന്നു. നീ അവരിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. സിസ്റ്റം ഡിറ്റക്റ്റഡ്, കോൺഫിഡൻസ്, ഇമോഷൻ. ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത്. ഇതെന്താ? ചാർലി എൻ്റെ റോബോട്ടാണ്. എന്നെ അസിസ്റ്റ് ചെയ്യുന്നത് ഇവനാണ്. ഇതിൻ്റെ പർപ്പസ് എന്താ? റെക്കോർഡിങ്. ഇത് നീയുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുക. നിനക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവുമോ അതെല്ലാം ഇവൻ റെക്കോർഡ് ചെയ്യും. ഞങ്ങളതിനെ റിയലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഉള്ളവർക്ക് ഇമോഷൻസ് ഇല്ലാതിരിക്കില്ലേ? ഞാനിപ്പോൾ അതിൻ്റെ റിസർച്ചിലാണ്. ഇവൻ്റെ സഹായത്തോടെ ഇവിടെ ഉള്ളവർക്ക് ആ പഴയ ഹ്യൂമാനിറ്റി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് നോക്കണം. എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലേ, ഇതും പറ്റുമെന്നൊന്ന് നോക്കണമല്ലോ. ഇവരെല്ലാം നിന്നെ കാണുന്നത് ഒരു സ്പെസിമെനായിട്ട്, ജസ്റ്റ് ഒരു സബ്ജക്റ്റ്. പക്ഷെ എനിക്ക് നീ അങ്ങനല്ല. അതുകൊണ്ടായിരിക്കും ഞാനെന്തോ വ്യത്യാസപ്പെട്ടൊരു മനുഷ്യനാണെന്ന് നിനക്ക് തോന്നുന്നത്. ഇതെൻ്റെ ഒരു റിസർച്ച്. ഈ സിവിലൈസേഷനിൽ ഞാൻ നടത്തുന്ന റിസർച്ച്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് നീ തിരിച്ചു ഒരു ഹെൽപ്പ് ചെയ്യണം. നീ എൻ്റെ അനുവാദമില്ലാതെയാണ് എൻ്റെ ഇമോഷൻസ് നീ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി തൊട്ട് ഞാൻ നിന്നെ അതിന് അനുവദിക്കാം. പക്ഷേ എനിക്ക് മറ്റൊരു റിസർച്ച് ഇവിടെ നിന്ന് തുടങ്ങാനുണ്ട്. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിനക്ക് പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ക്രിസ്. അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കാം. ഇന്ന് തൊട്ട് എൻ്റെ റിസർച്ചിന് നീ സഹായിക്കുന്ന പോലെ നിൻ്റെ റിസർച്ചിന് ഞാൻ സഹായിക്കാം. ശരി, എൻ്റെ റിസർച്ച് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ എന്ത് റിസർച്ച് ഇനി തുടങ്ങാൻ പോകുന്നേ? സിമുലേഷൻ ഹൈപ്പോത്തസിസ്.
ഒരു കമ്പ്യൂട്ടർ ഗെയിമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് ഡിസൈൻ ചെയ്യുന്നത് നമ്മളാണ്. ഞാൻ എന്നെ തന്നെ ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ എനിക്ക് 4th ഡയമെൻഷനിൽ ആക്സസ് ഉണ്ട്. എനിക്കിവിടെ നിന്നാൽ എൻ്റെ പാസ്റ്റ് ലൈഫ് എനിക്ക് കാണാൻ പറ്റും, ഒരു കഥ പോലെ. അവിടെ ഞാൻ എൻ്റെ മറ്റൊരു പ്രതിച്ഛായ രൂപം കൊള്ളുകയും. ഇതെൻ്റെ പരീക്ഷണം. എനിക്ക് എൻ്റെ പാസ്റ്റ് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം. ശ്രമിച്ചു നോക്കാം. ഏലിയൻ. എന്ത്? ഒന്നുമല്ല, ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ നീ ഒരു ഏലിയനാണെന്ന് വിചാരിച്ചത്. സ്വാഭാവികം. നിന്റെ റിസർച്ച് അതായിരുന്നല്ലോ. എൻ്റെ റിസർച്ച് മറ്റേതെങ്കിലും ഗ്രഹം നമ്മളെക്കാളും മുമ്പിൽ എത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അവിടെയുള്ളവർ എന്തുകൊണ്ട് ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ എത്തിപ്പെട്ടതോ ഞാൻ ഏത് ഗ്രഹത്തിലാണോ ഉണ്ടായിരുന്നത് അതേ ഗ്രഹത്തിൻ്റെ ഫ്യൂച്ചർ ടെൻസ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അഥവാ മറ്റൊരു സിവിലൈസേഷൻ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്ന്. കാരണം 4th ഡയമെൻഷനായ ടൈം അവർക്കതിൽ ആക്സസ് ഉണ്ട്. ഭൂമിയിൽ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യർക്ക് ടൈം എന്ന ഡയമെൻഷനിൽ ആക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും എത്രയോ ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുണ്ടായ അവർക്ക് എന്തുകൊണ്ട് നേരത്തെ ഉണ്ടായിക്കൂടാ? അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർക്കെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അറിയാൻ കഴിയും. ലൈക്ക് യു വാച്ചിങ് അസ്. നിങ്ങൾക്ക് പാസ്റ്റും പ്രസൻറ്റും എല്ലാം ഒരു കഥ പോലെ മുമ്പിൽ കാണുന്നില്ലേ? പക്ഷെ ഒന്നും ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. നമ്മൾ കരുതുന്ന പോലെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതൊക്കെ പല സമയത്തുള്ളതല്ല, എല്ലാം ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ടൈം ലൈനിന് അത് ആക്സസ് ചെയ്യാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് മാത്രം. ലൈക്ക് കാർട്ടഷേഫ് സ്കെയിൽ. ഒരു സിവിലൈസേഷൻ എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നു എന്നുള്ള സ്കെയിൽ. അതിന് തന്നെ 3 ടൈപ്പുണ്ട്. ആദ്യത്തേത് ഒരു പ്ലാനറ്റിലെ മുഴുവൻ എനർജി യൂസ് ചെയ്യുന്നത്, രണ്ടാമത്തെ ആ സ്റ്റാറിലെ മുഴുവനായിട്ടുള്ള എനർജി യൂസ് ചെയ്യുന്നത്, മൂന്നാമത്തെ ആ ഗാലക്സിയിലെ എനർജി മുഴുവൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഭൂമി, എൻ്റെ സിവിലൈസേഷൻ ആദ്യത്തെ ടൈപ്പ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് സത്യം. അതിലും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന സിവിലൈസേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ പറയുന്ന ഡയമെൻഷൻസിലൊക്കെയും ആക്സസ് ഉണ്ടായിരിക്കും. യു ഹാവ് കറക്റ്റ് നോളജ് ഇൻ തിയറീസ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഉത്തരം നീ സയൻറ്റിഫിക്കായിട്ട് തിരിച്ചു പറയുന്നത്. പക്ഷെ നിൻ്റെ ഇതേ മൈൻഡ് തന്നെ നിന്നെ ഇവിടെ എത്തിച്ചത്. നീ നിൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ആക്കുക. പക്ഷെ ആരും അറിയാൻ പാടില്ല. നീ വാ, നമുക്ക് തിരിച്ച് ലാബിലേക്ക് പോവാം. നീ ഇതെന്ത് ചെയ്യുക? ഞാൻ മനുഷ്യന്മാരുടെ മുഖത്തുള്ള ഭാവങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നോക്ക്, പല്ല് കാണിച്ച് ഇങ്ങനെ. ഒന്ന് ചിരിച്ചു കാണിച്ചേ നോക്കട്ടെ. ഇങ്ങനല്ലേ? ആ, ശരിയായില്ലേ? ഇപ്പോഴോ? നീയോ ചിരി ഉള്ളിൽ നിന്ന് വരാനുള്ളത്? ഇത് നീ അഭിനയിക്കുന്ന പോലുണ്ട്. ഓ, ഇങ്ങനെയൊക്കെ തന്നെ ചിരിക്കാറുള്ളത്. ഞാൻ കണ്ടുപിടിച്ചതല്ലേ. ഇങ്ങനെ അല്ല. കണ്ടോ, റോബോട്ടിന് വരെ മനസ്സിലായി. സിസ്റ്റം ഡിറ്റക്റ്റഡ് ഹാപ്പിനെസ് ഇമോഷൻ. Emotions are really worthless.
അത് വിട്, നിൻ്റെ റിസർച്ച് എന്തായി? നന്നായി പോകുന്നു. അത് പറയാനും കൂടെ ഞാൻ വന്നത്. ഞാൻ ഫസ്റ്റ് സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തു. എക്സാക്റ്റ് എൻ്റെ ഹോബി. വാ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സിമുലേഷൻ. ക്രിസ് വേർഷൻ നമ്പർ 1. ഈ ക്രിസിന് എൻ്റെ അതേ ചിന്തകളാണ്, എൻ്റെ അതേ മൈൻഡാണ്, എൻ്റെ ഓർമ്മകളാണ്, എല്ലാം സെയിം. പക്ഷേ ഒരൊറ്റ വ്യത്യാസം, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന റിസർച്ച് ഫെർമി പാരഡോക്സ്, ആ ഒരു റിസർച്ച് പാത്വേ മാത്രം ഇവൻ ഓർമ്മ ഉണ്ടാവില്ല. അതാണല്ലോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. സോ ഹീ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യു അല്ലേ? ഹീ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി മീ എന്നല്ല, ഹീ ഈസ് നോട്ട് മീ. ഞാനെന്ന വ്യക്തി ഇപ്പോഴും ഇവിടെയാണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത വെറും ഒരു സിമുലേഷൻ മാത്രമാണ്. നോക്കാമല്ലോ ഈ സിമുലേഷന് എൻ്റെ പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ ഇല്ലേന്ന്. ഐ എം ഗോയിങ് ടു റൺ ദിസ്. ഓൾ ദി ബെസ്റ്റ്. മേരി, ക്രിസ്, എന്തോ അത്ര പേടിച്ചെന്നറിയാവോ? എവിടെയായിരുന്നു? ഞാൻ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഓ, സാറിന് ഉറങ്ങാനൊക്കെ അറിയാമായിരുന്നു. അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ നമ്മളൊന്നും. അത് പ്രകാരം ഇതെല്ലാം ഉണ്ടായിട്ട് വെറും 24 മണിക്കൂറുകളേ ആകുന്നുള്ളൂ. What happened? ഞാൻ കരുതിയ പോലല്ല നിയോ. വേർഷൻ 1 ക്രിസിന് എൻ്റെ അതേ മൈൻഡാണ്, എൻ്റെ അതേ ഒബ്സഷനാണ് സയൻസ്. അത് ഞാൻ എത്ര തേച്ച് മറിച്ച് കളയാൻ നോക്കിയാലും അതവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അവൻ വീണ്ടും അതേ പാതയിലോട്ട് എന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. ആരോ പറഞ്ഞ പോലെ പാസ്റ്റ് നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് ഈ വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി, അത് തന്നെ സംഭവിക്കും. എനിക്ക് അവന് വാണിംഗ് കൊടുക്കാൻ മാത്രമേ കഴിയൂ. ഈ സ്റ്റാർസ് ഇത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പം മാറിയതാ. എനിക്കെന്തോ ഇതിലെന്തോ മെസ്സേജ് ഉള്ള പോലെ തോന്നുന്നു. ഐ ഷുഡ് ഫൈൻഡ് ഇറ്റ്. യു ആർ നോട്ട് സപ്പോസ് ടു നോ. ഇതെന്താ? വീണ്ടും അത് മാറിക്കൊണ്ടിരിക്കുക. ഇത് ഉറപ്പായിട്ടും ആരോ എനിക്ക് മെസ്സേജസ് തന്നുകൊണ്ടിരിക്കുന്നതാണ് മനഃപൂർവ്വം. ഐ എം ഷുവർ അവനിത് നിർത്തില്ല നിയോ. ഈ സിമുലേഷൻ ഒരു ഫെയിലിയർ ആയിരുന്നു. നീ ക്രിയേറ്റ് ചെയ്ത സിമുലേഷന് വേണമെങ്കിൽ നിനക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയും. ക്രിസ്, ഐ ആം വിത്ത് യു. ഈ പരീക്ഷണം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും നിന്നെ കാണാൻ അങ്ങോട്ടേക്ക്. നോക്കാം, ട്രൈ ചെയ്യണേ. ഞാൻ ഏത് ഡോർ വഴിയാണോ ഇങ്ങോട്ടേക്ക് വന്നത് അതേ ഡോറിലേക്ക് അവനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ ഐ ഷുഡ് റീസെറ്റ് ഹിം.
മേരി, ഓടി വാ. ഇത് ഇത് നോക്ക് എന്താ ക്രിസ്? മേരി. ഞാൻ വരും. ഞാൻ ക്രിസ്, ഇതെവിടെ പോയത്? ഇപ്പൊ എന്റെ മുമ്പിലുണ്ടായിരുന്നില്ലേ? മേരി, മേരി ഇത് കണ്ടു. ഇത്രയും നാൾ അവൾക്ക് ഞാനവിടെ ഇല്ലെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അവളെ വീണ്ടും വീണ്ടും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. നീയോ എന്തായി കാണിക്കുന്നേ? ഇപ്പോൾ തന്നെ നീ എന്നെ ലോക്ക് ചെയ്യണം. ഇവൻ എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്ന് എനിക്കറിയില്ല. സർ, യെസ് സർ. ക്രിസ്, എൻ്റെ കൂടെ വാ പ്ലീസ്. സർ, അവനെ ലോക്ക് ചെയ്തു. ഇതൊക്കെ എന്താ ക്രിസ്? ഇതൊക്കെ നിൻ്റെയാണോ അതോ അവൻ്റെ റിസർച്ചാണോ? നോ സർ, അത് അവൻ്റെ അല്ല. ഇത് മുഴുവൻ എൻ്റെ റിസർച്ചാണ്. ഇതിനുള്ള എല്ലാം ഞാനാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. അറിയാലോ, അവൻ വന്നിരിക്കുന്ന സിവിലൈസേഷൻ അത് ഒരുപാട് ഡേഞ്ചറസ് ആണ്. എല്ലാം നശിപ്പിക്കുവൻ. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്വസിക്കാൻ പോലും നമ്മളിപ്പോൾ പാടുപെടുക. അതിന് കാരണമായ സിവിലൈസേഷനാണ് അവൻ്റേത്. സോ നമ്മളെപ്പറ്റി ഒരു വിവരവും തേർഡ് ഡയമെൻഷനിലുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. അതിനുള്ള ആക്സസ് അവർക്കൊരിക്കലും കിട്ടാനും പാടില്ല. ഓക്കെ സർ. മേരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് മേരി. നക്ഷത്രങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രകാശത്തിന് ഒക്കെ ഒരു വേവ് ലെങ്ത് ഉണ്ട്. എനിക്കത് വെച്ച് അതിൻ്റെ ഭാഷ മനസ്സിലാകും. എനിക്കത് ഡീകോഡ് ചെയ്തെടുക്കാൻ അറിയാം. പക്ഷെ നിനക്കതിന് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ നീ ഇതിലേക്ക് ഇറങ്ങി പഠിക്കണം. ഞാൻ നിന്നെ കണ്ടെത്തും ക്രിസ്. നീ ഒരിക്കലും അവളെ വിഷമിപ്പിച്ചിട്ടില്ല ക്രിസ്. പകരം ഇപ്പോൾ നീ ചെയ്തിരിക്കുന്നത് നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനുള്ള വാതിലിൻ്റെ താക്കോൽ അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. നീ ഇതെന്തൊക്കെയാ പറയുന്നത് മേരി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അത് മനസ്സിലാകുമായിരുന്നില്ല. പക്ഷെ ഇപ്പം അറിയാം. എൻ്റെ ക്രിസ് ഇവിടെ ഇല്ല. പക്ഷേ എനിക്ക് ഈ മെസ്സേജസ് എല്ലാം തരുന്നത് അവനാ. അപ്പോൾ ഞാൻ നീ യാഥാർത്ഥ്യമല്ല എൻ്റെ ക്രിസ്. അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു സിമുലേഷൻ മാത്രമാണ്. ഞാൻ എൻ്റെ ഓരോ ജന്മവും കണ്ടുകൊണ്ടിരിക്കുക. ഓരോ സിമുലേഷൻ, ഓരോ വട്ടം നീ മാഞ്ഞു പോകുമ്പോഴും അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അത് യഥാർത്ഥത്തിൽ എൻ്റെ ക്രിസ് ആയിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം ഇതുപോലെ ആയിട്ടുണ്ടോ? ഇത് നിൻ്റെ 24ാമത്തെ വെർഷനാണ്. നിൻ്റെ ഓരോ വർഷം വരുമ്പോഴും നിനക്ക് ഓരോ ഗ്ലിച്ചസ് ഉണ്ടാകും.
ആ സമയം ഞാൻ നോട്ട് ചെയ്തെടുക്കും, ആ സിംറ്റംസ്. ആ സമയത്തുള്ള സ്റ്റാർസിൻ്റെ അലൈൻമെൻറ്റ് വെച്ചിട്ടാണ് അവൻ എനിക്ക് തരുന്ന മെസ്സേജസ് ഞാൻ അറിയുന്നത്. ഇത്തവണയും കിട്ടി. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. അവന് തിരിച്ചു വരാനുള്ള വഴി അത് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ അവസാനത്തെ ക്ലൂ എനിക്ക് കിട്ടാൻ പോവുക. പക്ഷേ അവനവിടെ നിന്ന് എല്ലാം ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു വഴി? അവന് നേരെ ഇങ്ങ് വരാൻ കഴിയില്ലേ? അവൻ അങ്ങോട്ടേക്ക് പോകാൻ അവൻ ഈ 3 ഡയമെൻഷണൽ ഏരിയയിൽ ഒരു വഴി കണ്ടുപിടിച്ചു. അതേസമയം 4th ഡയമെൻഷനിലുള്ള അവരും അവനെ അങ്ങോട്ട് കൊണ്ടുപോകാനായി ശ്രമം നടത്തി. അതുകൊണ്ടാണ് അവൻ അവിടെ എത്തിയത്. അതുപോലെ അവന് തിരിച്ചു വരണമെങ്കിൽ അവൻ അവിടെ നിന്ന് മാത്രം ശ്രമിച്ചാൽ പോരാ. അതിനുള്ളൊരു വഴി ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കണം. 4th ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ ഭൂമിയിൽ അതിനുള്ള ആക്സസ് ഇല്ല. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള മൈൻഡും നമുക്ക് ആർക്കും ആയിട്ടില്ല. പക്ഷേ അവനത് കഴിയും. കാരണം അവനവിടെ ആക്സസ് ഉണ്ട്. അവൻ തരുന്ന ഓരോ മെസ്സേജസിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ഇത്തവണയുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഡോർ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇതുവഴി എൻ്റെ ക്രിസ് തിരിച്ചു വരും. ഈ പരീക്ഷണം ഇതെനിക്ക് ജയിച്ചേ പറ്റൂ. സോറി ക്രിസ്. അവൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഇല്ലാതായിട്ടുണ്ടാകും. നിന്നെ ഇതെല്ലാം അറിയിക്കേണ്ട സമയമായി എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പറഞ്ഞത്. നിൻ്റെ ഓരോ വർഷം ഇവിടെ എത്തുമ്പോഴും അതിനെല്ലാം ക്രിസിൻ്റെ മൈൻഡാണ്, അവൻ്റെ ചിന്തകളാണ്. അതൊരിക്കലും അവനിൽ നിന്ന് എനിക്ക് മാറ്റാൻ കഴിയില്ല. ഓരോ തവണ അവൻ നിന്നെ ഞാൻ സത്യത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ നീ വീണ്ടും വീണ്ടും അത് തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന നിമിഷം നീ ഇല്ലാണ്ടാവും. ഇത്തവണ അതെ, നീ അധികം നേരം ഇവിടെ ഉണ്ടാവില്ല. എന്നിട്ടിപ്പോ ഞാനിപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞില്ലേ? അവൻ എന്താ എന്നെ റീസെറ്റ് ചെയ്യാത്തത്? ക്രിസ്, ഇറ്റ്സ് ടൈം. റീസെറ്റ് ചെയ്യാം. ഇത്തവണ റീസെറ്റിംഗ് അല്ല, കംപ്ലീറ്റിംഗ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും തിരിച്ചു പോകും. അപ്പോൾ നീ തിരിച്ചു പോവുകയാണ് അല്ലേ ക്രിസ്? ഇത് സക്സസ് ആയാൽ എന്തെങ്കിലും ഇമോഷൻസ് തോന്നുന്നുണ്ടോ ഇപ്പോൾ? നോ. ചാർലി എല്ലാ ഫീലിങ്സും ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് നിന്നിൽ നിന്ന്. നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യും. ഫൈൻ. ചാർലി, ഡിസ്കണക്ട്. Disconnecting from subject successfully. System connected to Neo SFR successfully. ഓക്കെ നീയോ, കാണാം. ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചു പോകും. മേരി അവിടെയുള്ള സിസ്റ്റം എപ്പോൾ റൺ ചെയ്യുന്നു അതേസമയം ഞാൻ ഇവിടെയും ഈ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യും. ഞാൻ തിരിച്ചു പോകും. ബൈ. സക്സസ് ആകട്ടെ. ഇത് സംഭവിച്ചാൽ ഞാൻ വരും, എനിക്ക് കഴിയുമെങ്കിൽ. ചെല്ലാൻ. പ്ലീസ് ഇത്തവണ എൻ്റെ ക്രിസ് ആയിരിക്കണേ. നിയോ, അപ്പൊ ഇതായിരുന്നല്ലേ ഇവിടെ?
നിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നീയോ ഇവൻ അവിടേക്ക് തിരിച്ചു പോയാൽ ഉറപ്പായിട്ടും ഇവിടെയുള്ള വിവരങ്ങൾ അവൻ അവിടെ അറിയിക്കും. അതൊരിക്കലും നമുക്ക് നല്ലതല്ല. സർ നോ. ക്രിസ്, നീ വേഗം പോ. അവൻ പോയി. ക്രിസ്, System detected. Loss. Emotion. am I getting emotions? നീയോ നീ കാണിച്ചതിന്റെ ഫലം എന്താന്ന് നിനക്കറിയോ? System detected. Anger. Emotion. Of course I know. Thank you, Chris. Neo, you have a letter from Chris. Letter. Thank you, my alien. System detected. Happiness. Emotion. മേരി, Chris. ഇത് ശരിക്കും എൻ്റെ ക്രിസ് തന്നെയാണോ? അതോ ഇനി മറ്റൊരു സിമുലേഷൻ ആയിരിക്കും? എൻ്റെ ക്രിസ് എന്നോട് he never show me his emotions. ഇതവൻ തന്നെയാണോ? മേരി, മേരി, നിനക്കെന്താ? ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് കയറരുതെന്ന്? ഇപ്പൊ ആര് പറഞ്ഞിട്ടാ നീ കയറിയത്? ഇടി പൊട്ടിക്കാളി, ഇത് ഞാൻ തന്നെയാ. ക്രിസ്, ക്രിസ്, ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. താങ്ക് യു മേരി. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്കറിയാം ക്രിസ്, നീ പോയി വന്നതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ലതായിട്ടാണോ മോശമായിട്ടാണോ? മുമ്പത്തെ പോലെ നീ പിന്നെ വഴക്കൊന്നും പറയാറില്ല. എന്താ അതാണോ നിനക്ക് വേണ്ടേ? ഒരിക്കലുമല്ല. ഇപ്പോഴാണ് നീ ഒരു മനുഷ്യനെ പോലെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ നീ ഇപ്പോഴും ഈ നക്ഷത്രങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്കെന്തോ പേടി തോന്നും. അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അറിവിന് വേണ്ടി ഓടിയപ്പോൾ ഞാൻ അത് എൻ്റെ വികാരങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഒരുപക്ഷെ ഭാവിയിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചേക്കാം. ഈ പ്രകൃതിയെയും ലോകത്തെയും എന്തിനേയും നമ്മുടെ വികാരങ്ങളെ പോലും. പക്ഷേ ആർക്കൊക്കെ ഇല്ലാതായത് എനിക്കിപ്പോൾ ഉള്ളതായിരുന്നു. ജീവിക്കാൻ പഠിക്കാൻ എനിക്ക് എൻ്റെ തന്നെ പരീക്ഷണത്തിൽ കുടുങ്ങേണ്ടി വന്നു. ലോകത്തിൻ്റെ രഹസ്യം തേടി ഇറങ്ങിയ ഞാൻ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളോട് ചിതറിച്ചു വന്നത്. ഇനി അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും
എനിക്ക് ഉത്തരം കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പൊ സാറിന്റെ ഇനി അടുത്ത റിസർച്ച് എന്താ? നിന്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നുള്ളത്. രണ്ടാമതൊരവസരം എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടിയ ജീവിതം ആ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കണം. ചിലപ്പോൾ കൂടുതൽ അറിവുണ്ടാകുന്നത് അനുഗ്രഹമല്ല, ഒരു ഭാരമാണ്. അന്വേഷണം തുടർന്നോട്ടെ, പക്ഷെ ജീവിക്കാൻ മറന്നു പോകരുത്. അമ്മ ചോക്ലേറ്റ് വേണോ? നീയോ? നിന്റെ അടുത്ത് എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും തരുന്ന സാധനം വാങ്ങിക്കരുതെന്ന്. ഇതിപ്പോ ആരാ നിനക്ക് തന്നെ? ഇതെനിക്കൊരു അങ്കിള് തന്നതാ. എന്താ മേരി രാവിലെ തന്നെ അവനായിട്ട് വഴക്ക് പറയുന്നേ? ഇതേ കണ്ടില്ലേ, ആരോ കൊടുത്ത് ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വന്നേക്കുക. അപ്പാ, ഞാൻ ഒന്നും ചെയ്തില്ല. ആ അങ്കിളിനും എനിക്ക് ഒരേ പേരാ, നീയോ? അതുകൊണ്ടാ ഞാൻ വാങ്ങിയത്. നീ എന്തായി നോക്കുന്നേ? ഈ സ്റ്റാർസ് സംസാരിക്കുമോ അമ്മ? ആ, ചിലപ്പോൾ സംസാരിച്ചു എന്നിരിക്കും. എന്തേ? അതെന്നോട് സംസാരിക്കുക. എനിക്ക് പാറ്റേൺ കാണിച്ചു തന്നു.